ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആപൽക്കരമായ ഭീകര വെടിക്കെട്ട് നിരോധിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ദുരന്തങ്ങൾ നേരിടുമ്പോൾ മാത്രം ജാഗ്രത കാണിക്കുന്ന അധികാരികളുടെ നിലപാടിൽ സമിതി പ്രതിഷേധം രേഖപ്പെടുത്തി. മനുഷ്യാവകാശ കമ്മീഷനുകളുടെ അധികാരം വർദ്ധിപ്പിച്ച് മനുഷ്യാവകാശ സംരക്ഷണ നടപടികൾ ശക്തമാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശങ്ങൾ പണാധിപത്യത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണെന്നും സാധാരണക്കാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിച്ചുവരുന്നതിൽ അദ്ദേഹം സർക്കാരിനെ കുറ്റപ്പെടുത്തി. വ്യവസ്ഥകളും നടപടിക്രമങ്ങളുമുണ്ട്. സർക്കാർ വ്യവസ്ഥകളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിന് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ മനുഷ്യാവകാശ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനം ഒരാൾക്ക് ഒരു മനുഷ്യാവകാശ പ്രശ്നം ഒരാൾക്ക് നേരിട്ടാൽ സാധാരണക്കാരായ ആളുകൾക്ക് അത് പരിഹരിക്കാൻ പറ്റില്ല. അവരത് അനുഭവിക്കുന്നതിന് നിവൃത്തിയുള്ളൂ. ഇവിടെ മനുഷ്യാവകാശ സംരക്ഷണം നടത്തേണ്ടത് പ്രധാനമായും നമുക്കറിയാമല്ലോ പോലീസാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് മനുഷ്യാവകാശ സംരക്ഷണം നടത്തേണ്ട അതോറിറ്റി അതാണ്. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രമാത്രം നമുക്ക് വരുന്ന മനുഷ്യാവകാശ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമെന്നുള്ളത് നമുക്കറിയാം. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ സാധാരണക്കാരുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പരാതി കൊടുക്കാൻ പറ്റില്ല. അതിനൊരു നടപടി ഉണ്ടാവും. പോലീസുകാർ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ ഒന്നിലോ അതിൻ്റെ പുറയിലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ച് സ്വാധീനമുള്ള കുറച്ച് ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവാൻ പോകും. നിങ്ങൾ എത്ര വലിയ പ്രശ്നം അവിടെ നിന്ന് നിങ്ങൾ അവതരിപ്പിച്ചാലും പോലീസ് സ്റ്റേഷനിൽ അവതരിപ്പിച്ചാലും അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണമെങ്കിൽ ആരെങ്കിലും സ്വാധീനമുള്ള ആളുകളുടെ ഒരു വിളിച്ചു പറയൽ വേണം, അല്ലെങ്കിൽ അതിനുള്ള മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള വേണം, അല്ലെങ്കിൽ പണം വേണം. പണമുണ്ടായാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. ജനാധിപത്യത്തെ പോലും കീഴടക്കാൻ പണത്തിന് കഴിയുന്നു. നമുക്കറിയാം. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനി സീരിയൽ നടി സി രമാദേവി മുഖ്യാതിഥിയായി. എല്ലാവർക്കും സ്വന്തമായ ജീപ്പോ അല്ലെങ്കിൽ അതിൽ വലിയ സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അധികവും നമ്മുടെ ജനങ്ങൾ സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരായ ജനങ്ങൾ നിത്യവും യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബസ്സുകളെയാണ്. ഒരു ബസ്സിൽ നമ്മൾ കയറി ലക്ഷ്യസ്ഥാനത്ത് ഇന്ന് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു മിനിമം സ്പീഡിൽ ഓടിക്കാൻ നിയമമുണ്ടെങ്കിലും മിക്ക സമയത്തും ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ബസ് ഡ്രൈവേഴ്സായാലും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സായാലും ബൈക്ക് സാരഥികളായാലും ഇന്ന് റോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡുകളിലൂടെ നടന്നു പോകാനുള്ളത് നമ്മളുടെ അവകാശമാണ്. പലപ്പോഴും റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തന്നെ ഒരു മനുഷ്യാവകാശ. പ്രൊഫസർ വി എ വർഗീസ്, ഉഷ രാമചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ജോയിന്റ് സെക്രട്ടറി വി ഗോപകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന സെമിനാർ അഡ്വക്കേറ്റ് അബ്ദുള്ള സോണ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷനുകളും മനുഷ്യാവകാശ സംരക്ഷണവും എന്ന വിഷയം ജോർജ് തോമസ് അവതരിപ്പിച്ചു. പ്രൊഫസർ വി പി ജോൺസ്, ജി രാജേന്ദ്രൻ, ടി സുരേഷ്, രാജലക്ഷ്മി ശരത്, സാലി തോമസ്, നിഖിൽ വി എം, അബ്രഹാം കൂള, കെ എച്ച് സിദ്ദിഖ്, രാധാകൃഷ്ണൻ പാറപ്പുറം, നിർമ്മല കോലഴി, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. സംസ്ഥാന ഭാരവാഹികളായി അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട്, ദേവകി ചെമ്പുകാട്ട്, പി വി രാമൻ, ജോൺസൺ കുന്നംപിള്ളി, വി ഗോപകുമാർ, വി കെ ശ്രീധരൻ, ടി എൻ നമ്പീശൻ, കെ കെ ശശിധരൻ, രാജലക്ഷ്മി, അബ്രഹാം കൂള, കെ എച്ച് സിദ്ദിഖ് എന്നിവരെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് ദേവകി ചെമ്പുകാട്ട് സ്വാഗതവും ട്രഷറർ ടി എൻ നമ്പീശൻ നന്ദിയും പറഞ്ഞു.
ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റൊന്ന് ഓണാക്കുമോ? ഫുള്ളിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.